ഹലോ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇടവ മാസത്തിലെ അശ്വതി എൻ്റെ പിറന്നാൾ. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. കുമാരനെല്ലൂർ എൻ്റെ വീട്ടിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതി. അതിനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കമ്മലും ഒരു കുഞ്ഞു മാലയൊക്കെയാണ് ഇട്ടത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സിമ്പിൾ ബട്ട് ക്യൂട്ട്. മഴയുള്ളത് കൊണ്ട് തന്നെ നടന്നു പോകാതെ വണ്ടിക്കാണ് ഞങ്ങൾ പോയത്. സത്യം പറഞ്ഞാൽ അവിടെ അമ്പലം അത്രയും ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ, അത് നമ്മുടെ സ്പെഷ്യൽ ഡേയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീല് തന്നെ. മഴയെല്ലാം പെയ്ത് ഈ അമ്പലത്തിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. അതിൽ പണ്ട് മുതലുള്ള ശീലം അതെങ്ങനെ കാല് തട്ടി അതിന്നും മാറിയിട്ടില്ല. അങ്ങനെ തൊടിയിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അപ്പുണ്ണിയുടെ ബർത്ത്ഡേ വിഷ് ഒന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു. ആരോ പറയുന്നത് കേട്ടിട്ട് എന്നെ ഒന്ന് വിഷ് ചെയ്തതാണ്. പിറന്നാൾ ആക്സംസം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചേട്ടൻ്റെ വീട്ടിലേക്ക് പനച്ചിക്കാട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഫുൾ സദ്യ തന്നെ സെറ്റായിരുന്നു. അമ്മ രാവിലെ തന്നെ എണീറ്റ് എല്ലാം റെഡിയാക്കി. ഉച്ചയ്ക്ക് ചെന്നപ്പോൾ പായസം വരെ റെഡിയായിരുന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ച് നല്ല അടിപൊളി സദ്യയെല്ലാം കഴിച്ചു. സദ്യ മാത്രമല്ല, നല്ല അടിപൊളി ഡ്രസ്സും കിട്ടി. ഇതൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ്സാണ് കേട്ടോ. ഇത് രണ്ടും ചേച്ചി തന്ന ഡ്രസ്സാണ്. ഇത് അമ്മ തന്നത്. പിന്നെ ചേട്ടൻ. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വക. അങ്ങനെ ഡ്രസ്സുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടി. ഭയങ്കര സന്തോഷമായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിലും തൊഴുതു. അമ്പലത്തിൽ പോകാൻ നേരത്ത് ചേച്ചി തന്ന ടോപ്പിൽ ഒരെണ്ണമാണ് ഇട്ടത്. കറക്റ്റ് ഫിറ്റായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവിടെ അടുത്ത സർപ്രൈസ്. സത്യം പറഞ്ഞാൽ ഈ കേക്ക് കട്ടിങ്ങൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളാണ് കേട്ടോ. മുമ്പ് വീട്ടിലുള്ളപ്പോൾ അങ്ങനെ കേക്കൊന്നും കട്ട് ചെയ്യാറില്ല. നമ്മൾ സദ്യ കഴിക്കുക, അമ്പലത്തിൽ പോവുക എന്നൊക്കെ ഉള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മെയ് മാസമൊക്കെ ആയതുകൊണ്ട് സ്കൂളിലും കോളേജിലും ഒന്നും എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടേയില്ല. കാരണം അവധി സമയമായിരുന്നല്ലോ. അതുകൊണ്ട് എൻ്റെ കണ്ണിവിടെ തള്ളിപ്പോയത് അപ്പുണ്ണി പൊക്കിക്കൊണ്ടുവരുന്ന കേക്കിൻ്റെ വലിപ്പം കണ്ടിട്ടാണ് കേട്ടോ. അവൻ JCBക്ക് മണ്ണ് മാന്തുന്ന പോലെ ആ കേക്ക് മുഴുവൻ മാന്തി തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.